അങ്ങനെ ഒരുപാട് കാലമായിട്ട് കാണാൻ കൊതിച്ച ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവം കൂടി ടിക്ക് മാർക്ക് ഇട്ട് മാച്ചിപ്പിച്ചു. ഓക്കെ, വാവ്. ഞാൻ താമസിക്കുന്ന ദോഹയിൽ നിന്നും ഏകദേശം 36 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മാച്ചു പിച്ചുവിലെത്തുന്നത്. അപ്പോൾ പോയ റൂട്ടും വഴിയിലെ കാഴ്ചകളും ഒക്കെ കണ്ടു പോവല്ലേ. അപ്പോൾ ദോഹയിൽ തന്നെ തുടങ്ങാം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ദോഹയിലെ ഹമദ് നാഷണൽ എയർപോർട്ടിലാണ്. ഇത് യാത്ര എങ്ങോട്ടെന്നറിയാം? ഒരു ലോകാത്ഭുതം കാണാനാണ്. പെറുവിലെ മാച്ചു പിച്ചു. ഒരുപാട് കാലം ബക്കറ്റ് ലിസ്റ്റ് കൊണ്ടുവരുന്ന രാജ്യമാണ് പെറുവിലെ മാച്ചു പിച്ചു. അപ്പം അത് കാണാനാണ് പോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിലെ 4ാമത്തെ ലോകാത്ഭുതം കാണാനാണ് പോകുന്നത്. പെറുവിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റില്ല, എങ്ങനെ പോകണമെന്ന് പറയാം. എൻ്റെ ഫ്ലൈറ്റ് ഇങ്ങനെയാണ്: ദോഹ ഇസ്താംബുൾ, ഇസ്താംബുൾ പനാമ, ടർക്കിഷ് എയർലൈൻസ്. ദോഹ ഇസ്താംബുൾ 4.5 മണിക്കൂറുണ്ട്, അവിടെ 2 മണിക്കൂർ ട്രാൻസിറ്റ്, പിന്നെ 14.5 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റാണ് പനാമയിലേക്ക്. പനാമയിലെത്തിയിട്ട് അവിടെ ഒരു 2.5 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പനാമ ടു ലിമ, പെറുവിൻ്റെ ക്യാപിറ്റലായ ലിമയിലേക്ക് ഒരു 3.5 മണിക്കൂർ. ലിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വേറെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കണം. ലിമയിൽ നിന്ന് കുസ്കോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കുസ്കോ ആണ് മാച്ചു പിച്ചിൻ്റെ അടുത്ത എയർപോർട്ട്. മാച്ചു പിച്ചിൽ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് കുസ്കോയിലേക്ക്. ലിമയിൽ നിന്ന് കുസ്കോയിലേക്ക് ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. കുസ്കോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ട്രെയിനാണ്. ബാക്കി വഴി അപ്ഡേറ്റ് ചെയ്യാം. ഫ്ലൈറ്റ് ഏകദേശം 2.5 മണിക്കൂർ ഡിലേ ആണ്. ഇസ്താംബുളിൽ നല്ല മഴയാണ് പോലും. ഇനി അവിടെ നിന്നുള്ള നമ്മളെ കണക്ഷൻ, പനാമയിലെ കണക്ഷൻ മിസ്സാവുമെന്നറിയില്ല. ഏതായാലും പോയി നോക്കാം. അങ്ങനെ ഫസ്റ്റ് ലാപ്പ് കഴിഞ്ഞ് ഇസ്താംബുൾ എയർപോർട്ടിലെത്തി. 40 മിനിറ്റ് കൂടിയുള്ള ഫ്ലൈറ്റ് പോകാൻ. പെട്ടെന്ന് അവിടെ ഓടിയെത്തിയില്ലെങ്കിൽ 20 മിനിറ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ 20 മിനിറ്റ് പിന്നെ അവിടെ എത്തണം. ഓടുകയാണ്. ഫ്ലൈറ്റ് കിട്ടും അറിയില്ല, ഓടട്ടെ. ഇതാണ് ഇസ്താംബുൾ പുതിയ എയർപോർട്ട്. നല്ല തിരക്കാണ്. ഗേറ്റ് നമ്പർ A3 ആണ്. A3 ദൂരമാണോ അറിയില്ല. ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ മ്യൂസിയം ആക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടേ ഉള്ളൂ. 5 മിനിറ്റിനുള്ളിൽ A3-ലെത്തണം. A3 എവിടെ കൊണ്ടുവച്ചാലും ഞാൻ ഓടിയെത്തി. ജസ്റ്റ് 5 മിനിറ്റിൻ്റെ അവിടെ എത്തിയല്ലോ. കറക്റ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് 10 മിനിറ്റ് എത്തി. ഫ്ലൈറ്റിലേക്ക് പോകാണ്. അങ്ങനെ ഫ്ലൈറ്റിലെത്തി. ഒരുപാട് ഓടിയിട്ടോ, ഓടിയാകെ വേർത്ത് ബിസിനസ് മനസ്സിലായി. ഫ്ലൈറ്റിലെത്തി. ഇനി ഏകദേശം 6 ദിവസത്തിന് മുകളിൽ ഫ്ലൈറ്റിലിരിക്കണം. അങ്ങനെ 14 മണിക്കൂർ യാത്ര ചെയ്ത് പനാമ സിറ്റി എത്തി. ഇരുന്ന് ഊപ്പാടടങ്ങിപ്പോയി. ഇനി ഇവിടെ 2 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലിമയിലേക്ക് കോപ്പ എയർലൈൻസ് ഉണ്ട്. അപ്പോൾ ഗേറ്റ് നമ്പർ 210 പറഞ്ഞു. അപ്പോൾ നോക്കി ഇങ്ങനെ പോവാണ്. അങ്ങനെ 3ാമത്തെ ലാപ്പ് കഴിഞ്ഞു പെറുവിൽ ലിമയിലെത്തി. ഇനി ഇവിടെ ഒരു 4 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ കുസ്കോയിലേക്ക്. ഇപ്പോൾ ഖത്തറിലെ സമയം 11 മണി. ഇന്നലെ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത അവിടെ ഏകദേശം 29 മണിക്കൂർ. 29 മണിക്കൂറിന് മുകളിലായി. ഇതുവരെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയില്ല. ഇനിയും ഒരു 4 മണിക്കൂർ ട്രാൻസിറ്റും അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ ഫ്ലൈറ്റുണ്ട് കുസ്കോയിലേക്ക്. എന്നിട്ടാണ് അവിടെ എത്തുന്നത്. 8 മണിക്കൂർ വ്യത്യാസമുണ്ട് ഇവിടെയും ഖത്തറും തമ്മിൽ. 8 മണിക്കൂർ ബാക്കിലാണ്. അപ്പം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് 8 മണിക്കൂർ ലാഭമാണ്. ഈ ലാഭം കിട്ടിയത് തിരിച്ചു പോകുമ്പോൾ 8 മണിക്കൂർ നഷ്ടമാവും. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഭയങ്കര ചെക്കിങ് ആട്ടോ. ഇവിടെ പനാമ എത്തിയപ്പോഴും ഇവിടെ ലിമ എത്തിയപ്പോഴും ഒക്കെ നല്ല സെക്യൂരിറ്റി ചെക്കിങ്ങാണ്. കാരണം
ഈ എന്താ US പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെയും പനാമയൊക്കെ വന്നിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ വന്നിട്ട് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഈ ട്രിപ്പിൽ 2 പുതിയ എയർലൈൻസിൽ കയറിയിട്ടോ. ആദ്യമായിട്ട് കോപ്പ എയർലൈൻസും ലത്താമ, 2 എയർലൈൻസിലും ആദ്യമായിട്ട് കയറണം. അപ്പോൾ ലത്താമിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ ട്രിപ്പിൻ്റെ മാച്ചു പിടിച്ച് കാണാനുള്ള ലാസ്റ്റ് ലാപ്പാണ് ലിമ ടു കുസ്കോ, ലത്താം എയർലൈൻസ്. സമയം 5:45. സൺറൈസിൻ്റെ സമയമാണ്. നമുക്ക് രസമല്ലേ ഫ്ലൈറ്റിന് സൺറൈസ് കാണാൻ. കുസ്കോ എയർപോർട്ടിൽ ഇറങ്ങി. ചെറിയൊരു എയർപോർട്ടാട്ടോ, ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ചെറിയൊരു എയർപോർട്ട്. അങ്ങനെ ഖത്തറിലെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ 32 മണിക്കൂർ യാത്ര ചെയ്തിട്ട് കുസ്കോയിലെത്തി. ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു എയർപോർട്ട്, ആകെ ഒരു 3-4 ഹെലികോപ്റ്റർ മാത്രം നിർത്തിയിട്ടുള്ളൂ. എയർപോർട്ടിൽ നിന്ന് ഒരു ഊബർ എടുത്തു. ഞാനവിടെ എയർപോർട്ട് ടാക്സി വെച്ചപ്പം ഭയങ്കര ചാർജ്, $15 പറഞ്ഞു. അപ്പോൾ ഊബർ നോക്കിയപ്പം അതിൻ്റെ 3-1 $5. അപ്പോൾ ഊബർ എടുത്ത് നേരെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ എത്തിക്കഴിയുമ്പോഴാണ് ടൂർ ബുക്ക് ചെയ്ത കമ്പനി മെസ്സേജ് അയക്കുന്നത്. അവർക്ക് നാളേക്കാണ് ടൂർ ബുക്ക് ചെയ്തത്. അപ്പം നാളേക്ക് അവരുടെ സ്ലോട്ടില്ല, ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല എന്തോ പറഞ്ഞിട്ട്. അപ്പം എന്താ ചെയ്യുക, അവർ എന്താ ചെയ്യുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്ര എമൗണ്ട് അടച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് നമ്മുടെ മാച്ചു പിച്ചിൻ്റെ അടുത്തൊരു ഏറ്റവും അടുത്ത സ്റ്റോപ്പ് അഗോസ് കലിയാൻഡസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോവാം. എന്നിട്ട് അവിടെ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കാം. ഹോസ്റ്റൽ നമ്മൾ തന്നെ പേ ചെയ്യണം. നാളെ രാവിലെ അവർ വന്നിട്ട് പിക്ക് ചെയ്യും മാച്ചു പിച്ചിലേക്ക്. അത് ഓക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് 1 മണിയാകുമ്പോഴത്തേന് അവർ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ തീരുമാനിച്ച്. അപ്പോൾ 15 ആയിട്ടുള്ളൂ, 1 മണിക്കൂറുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് കുസ്കോ ടൗണിൽ നിന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച്. ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ എന്തോ നടക്കുന്നുണ്ട്, എന്താണെന്ന് പോയി കാണും. പാട്ടും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, വേറെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പോയി നോക്കട്ടെ എന്താ ഫെസ്റ്റിവൽ എന്നറിയില്ല. ഇവിടെ ഫുള്ള് നായ്ക്കളെ കുപ്പായൊക്കെ അടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഉണ്ടല്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞ് ഭയങ്കര തണുപ്പും. അപ്പോൾ ജാക്കറ്റ് വാങ്ങേണ്ടി വന്നു. ജാക്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. വെതർ നോക്കിയപ്പോൾ 17-18 വലിയ കുഴപ്പമില്ലെന്ന് വിചാരിച്ച് വന്നപ്പോൾ നല്ല തണുപ്പ്. ഈ കുസ്കോ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 3400 മീറ്റർ ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും പേർക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവും. ചിലപ്പോൾ തലവേദന, ഛർദി, തലകറക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനതിന് ടാബ്ലറ്റ് വാങ്ങി കഴിച്ച് 4 ടാബ്ലറ്റ് വാങ്ങി. എല്ലാ 8 മണിക്കൂറിൽ വെറുതെ കുടിക്കാൻ പറയുന്നുണ്ട്. കലാൻതിദാപ്പ് എന്നൊരു സ്ഥലത്തേക്ക് ബസ്സാണ്. അവിടെ നിന്നാണ് അക്വാസ് കലിയാൻഡസ്, മാച്ചു പിച്ചിൻ്റെ അടുത്ത് സ്ഥലമായ അക്വാസ് കലിയാൻഡസിലേക്ക് ട്രെയിൻ കിട്ടുക. ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് നല്ല മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശ്വാസം കിട്ടി നടന്നിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നടക്കുമ്പോഴേ നല്ല മനസ്സിലാവുന്നുണ്ട്. കുസ്കോയിൽ നിന്നും ഒലാന്തിദാബുവിലേക്ക് ഏകദേശം 70 കിലോമീറ്ററാണുള്ളത്. 1.5 മണിക്കൂർ ട്രാവലുണ്ട്. ആദ്യം ഒരു ബസ് ഏർപ്പാടായതിന് ബസ്സിൽ പോകാനായിരുന്നു ഗൈഡ് പറഞ്ഞിരുന്നത്. ലാസ്റ്റ് മൊമെൻറ്റ് ബസ് ഫുള്ളായതുകൊണ്ട് ബസ്സിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഒരു ടാക്സി ഏർപ്പാടായിരുന്നു. ഞാൻ കൂടാതെ വേറെ 3 പേരും കൂടി ആ ടാക്സിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒലാന്തിദാബുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒലാന്തിദാബുവിലെത്തി. അവിടെ മാച്ചു പിച്ചിലേക്ക് പോകാനുള്ള ഇൻകാ റെയിലിൻ്റെ വെയിറ്റിംഗ് റൂമിലാണ് പോയിരിക്കുന്നത്. ഒലാന്തിദാബുവിലെത്തി. അവിടുന്ന് ഇൻകാ റെയിലിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുപോകണം സീനാണിത്. അവിടെ ഒരു വെയിറ്റിംഗ് റൂമിൽ നിൽക്കാൻ പറഞ്ഞ് അവിടുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം റെയിലിലേക്ക്. ആ ഒരു സീനാണിത്. ട്രെയിനാണ് ഇവിടുന്ന്
മാച്ചു പിച്ചുവിലേക്ക് പോകുന്നത്. ഒന്ന് ഇൻഗാ ട്രെയിനും ഇൻഗാ റെയിലും, ഒന്ന് പെറു ട്രെയിനും, പെറു റെയിലും. ഞാൻ ഇൻഗാ ട്രെയിനിലാണ് ടിക്കറ്റ് എടുത്ത് അതിലേക്ക് കൊണ്ടുപോകുന്ന സീനാണത്. ഈ ആണ് നമ്മൾ ഗാരേജ്. ഈ ഇവിടുത്തെ 20 ആണ് നമ്മൾ സീറ്റ് നമ്പർ. 20യുടെ 26, 20. യെസ്, ഇതാണ് 20 വിൻഡോ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് മാച്ചു പിച്ചുവിലേക്കുള്ള ട്രെയിൻ, ഇൻഗാ റെയിലിൻ്റെ ട്രെയിന്. ഇതിൽ കയറിയിരുന്നാണ് 4:30 ട്രെയിൻ. ഇപ്പോൾ 4:15 കാമണിക്കൂറുണ്ട്. Please take your seats and enjoy this unique play by Inca Rail. കൊലാന്തിതാംബോയിൽ നിന്നും മാച്ചു പിച്ചുവിൻ്റെ ബേസ് സ്റ്റേഷനായ അക്വാസ് കലിയാൻഡസിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ ട്രെയിൻ ടൈമുണ്ട്. ആ ട്രെയിൻ ടൈം കസ്റ്റമേഴ്സിന് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻകാ റെയിലിൻ്റെ വക ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തി. മഴ പെയ്യപ്പോൾ ഒരാൾ നെയിം ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നു പറഞ്ഞിട്ട് പോയി നോക്കാം. ട്രെയിനിൽ നിന്ന് ഇറങ്ങി നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങി ക്ലോസ് ചെയ്യാനൊരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. ഇന്ന് ടിക്കറ്റ് വാങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ നാളെ മാച്ചു പിച്ച് കാണാൻ പോകാൻ പറ്റില്ല. കാരണം തലേന്ന് ഒരു ദിവസം മുന്നേ ടിക്കറ്റ് വാങ്ങണം, ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. ടിക്കറ്റ് വാങ്ങി ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലേ, ഫുള്ള് ലോക്കുകൾ, ലവ് ലോക്ക് ബ്രിഡ്ജാണ് കണ്ടത്. ഈ ബ്രിഡ്ജ് ഫുള്ള് കണ്ടില്ലേ, ഈ സൈഡിലുണ്ട് അതേമാതിരി. ഓക്കെ, ഫുഡൊന്നും ഇല്ല അവരായില്ല, എന്തെങ്കിലും കാര്യമായിട്ട് പോയി കഴിക്കണം. സ്പെഷ്യൽ നോക്കണ്ട പോയി. പെറുവിൽ വന്നിട്ട് അവരൊരു ഡിഷ് ട്രൈ ചെയ്തതിലേ മോശമല്ല. അപ്പം ലോമോ സൽട്ടാഡോ എന്ന് പറഞ്ഞിട്ട് സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ബീഫിൻ്റെ ആണ്, വന്നു കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവം. അപ്പോൾ ഇതാണ് ലോമോ സൽട്ടാഡോ. നമ്മുടെ പൂവൊക്കെ സൈഡിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ചോറുണ്ട്, പിന്നെ പൊട്ടാറ്റോ ഇങ്ങനെ വലുതാക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് ചില്ലിട്ട് ടേസ്റ്റ് കുഴപ്പമില്ല. സോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് റൂം. 2 ബെഡൊക്കെ ഉണ്ട്. റൂം ഹോട്ടലിനൊക്കെ വളരെ ചീപ്പാട്ടോ ഇവിടെ. ഇവിടെ ആണെങ്കിലും കുസ്കോലാണെങ്കിലും $4, $10 താഴെയൊക്കെ നല്ല ഹോട്ടലിൽ ഇട്ടുണ്ട്. ഇവിടെ 2 ബെഡ്, പിന്നെ ബാത്റൂമുകളുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം. അപ്പോൾ ആകെ ടയർഡാണ്, കിടന്നുറങ്ങട്ടെ. ഉറങ്ങിയിട്ട് രാവിലെ 9:50 ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിൻ്റെ അവിടെ വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മാച്ചു പിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എക്സൈറ്റഡ് ആണ്. നാളെ രാവിലെ മാച്ചു പിച്ചു ലോകാത്ഭുതം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. അപ്പം നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഉറങ്ങി എണീച്ച് നല്ല ഉറക്കം ഉറങ്ങി പറഞ്ഞാൽ 2 മണിക്കാണ് എണീച്ചിട്ടോ. കാരണം വെച്ചാൽ ബോഡിക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ടൈം സോൺ ഏതാണ്. അപ്പോൾ 2 മണിക്കാണ് എണീച്ചിട്ട് പിന്നെ ഉറക്കം വന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. 7 മണിക്ക് എണീച്ചു, ശരിക്കും എണീച്ച് കുളിച്ചു, താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നാണ്. ഇനി മാച്ചു പിച്ചു എക്സ്പെഡീഷന് വേണ്ടി പോവാണ്. എക്സൈറ്റഡ് ആണ്. അപ്പം 9:30 മണിക്ക് ഇവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ അവിടെ ഗൈഡ് വരാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് അഗ്വാസ് കലിയാൻഡസ് എന്ന് പറഞ്ഞ ടൗണ്. ഇവിടുന്നാണ് മാച്ചു പിച്ചു എക്സ്പെഡീഷൻ തുടങ്ങുന്നത്. ഇവിടെ ആൾക്കാർ വരിക്കണമല്ലേ, ഈ വരി എന്ന് പറഞ്ഞാൽ ബസ് കയറാനുള്ള വരിയാണ്. ആ ബസ്സാണ് നമ്മളെ മാച്ചു പിച്ചിലേക്ക് കൊണ്ടുപോവുക. ഉണ്ടല്ലേ, ഈ ബസ്സൊക്കെ മാച്ചു പിച്ചിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഓരോ ബസ്സിൽ ഫുള്ളാണ് അനുസരിച്ച് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ സെൻറ്റർ. ഇന്നലെ രാത്രി ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. എൻ്റെ അടുത്ത് 9:50 ഗൈഡ് എത്തുമെന്ന് പറഞ്ഞ് ഞാനിവിടെ ഫുള്ള് തിരഞ്ഞിട്ട് ചർച്ച ചെയ്യാനില്ല. ലാസ്റ്റ് ഞാൻ കറങ്ങി തിരിഞ്ഞ് ഈ സെൻറ്ററിൽ എത്തിയപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നതാണ്.
ഷാഹി എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് ആളെ കണ്ടത്. മഴ ചാറാൻ തുടങ്ങി. ഇനി അവിടെ എത്തിയാൽ മഴ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവിടെ നമ്മുടെ പാസ്പോർട്ടിൽ മാച്ചു പിച്ചുവിൻ്റെ സ്റ്റാമ്പ് അടിക്കട്ടോ. അപ്പോൾ അത് ഈ കോർണറിലാന്ന് പറഞ്ഞ് പോയി ഓട്ടെ. ഒക്കെ മാച്ചു പിച്ചിലേക്കുള്ള ബസ് കാത്തിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ഇഷ്ടം. അഗ്വാസ് കലാൻഡസിൽ നിന്നും മാച്ചു പിച്ചുവിലേക്ക് 2 വഴികളുണ്ട്. ഒന്ന് ഈ കാണുന്ന ബസ്, രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഒരു ട്രക്ക് റൂട്ടാണ്, നടന്നു പോകാൻ പറ്റുന്ന റൂട്ട്. ബസ്സിൽ പോവുകയാണെങ്കിൽ ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട് അഗ്വാസ് കലാൻഡസിൽ നിന്നും മാച്ചു പിച്ചുവിലേക്ക്. ഒരു ചുരം റോഡാണ്, ഈ കാണുന്ന പോലുള്ള റോഡുകളാണ്. പിന്നെ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 2 മണിക്കൂർ 1 മണിക്കൂർ 45 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് ബസ് യാത്ര കഴിഞ്ഞ് മാച്ചു പിച്ചുവിലെത്തി. അവിടെ നമ്മുടെ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ പരിശോധിക്കും. അതൊക്കെ പരിശോധന കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോൾ കാണുന്ന ഫസ്റ്റ് വ്യൂ ആണിത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഏകദേശം 20 മിനിറ്റ് കയറിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ഒരുപാട് സർക്യൂട്ട് ഉണ്ട് കേട്ടോ. സർക്യൂട്ട് 1, സർക്യൂട്ട് 2, സർക്യൂട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സർക്യൂട്ട് 2 ആണ് എടുത്തത്. ഓൺലൈനിൽ നോക്കിയപ്പം സർക്യൂട്ട് 2 ആണ് കുറച്ചും കൂടി ഭംഗിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സർക്യൂട്ട് എടുത്ത്. Here you will open the tickets again. ഓക്കെ. മാച്ചു പിച്ചുവിൻ്റെ ഫസ്റ്റ് വ്യൂ എത്തി. അങ്ങനെ ഒരുപാട് കാലമായിട്ട് കാണാൻ കൊതിച്ച ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു സംഭവം കൂടി ടിക്ക് മാർക്ക് ഇട്ട് മാച്ചു പിച്ചു. ഓക്കെ. വാവ്. ഇതാണ് ക്ലാസിക്കൽ മാച്ചു പിച്ചു ഫോട്ടോ സ്പോട്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണിത്. ഇതല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. മാച്ചു പിച്ചു എന്ന് പറഞ്ഞാൽ ബിഗ് മൗണ്ടൻ എന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ഇത് വലിയ മൗണ്ടൻ. പിന്നെ ആ കാണുന്നുണ്ടല്ലോ, അതിന് ഹൈന പിച്ചു എന്ന് പറയാം. ഹൈന പിച്ചു എന്ന് പറഞ്ഞാൽ സ്മോൾ മൗണ്ടൻ. ഓക്കെ. മാച്ചു പിച്ചു എന്ന് പറഞ്ഞാൽ ബിഗ് മൗണ്ടൻ എന്ന് പറഞ്ഞല്ലേ. ഈ മാച്ചു പിച്ചു ഇൻകാ സാമ്രാജ്യം ഉണ്ടാക്കിയാണ് മാച്ചു പിച്ചു. ഇൻകാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പവർഫുള്ളായ ടൈമിൽ ലോകത്തിലെ തന്നെ നമ്പർ 1 സാമ്രാജ്യമായിരുന്നു. ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു. അമേരിക്കയിൽ, സൗത്ത് അമേരിക്ക മുഴുവനായിട്ട്, ചിലി, ഇക്വഡോർ, അങ്ങനെ സൗത്ത് അമേരിക്ക മുഴുവനായിട്ട് വ്യാപിച്ചെടുക്കുന്നൊരു സാമ്രാജ്യമായിരുന്നു. 1553 സ്പെയിനുകാർ വന്ന് അവരെ കീഴടക്കുന്നവരെ. ഇൻക ആൾക്കാരുടെ കഥ തുടങ്ങുന്നത് 1100കളിലാണ്. അന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഇന്നലെ നിന്നില്ലേ കുസ്കോയിൽ അവരുടെ ഒരു സ്ഥലം ഉണ്ടാക്കണം, ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാക്കുകയാണ്. അവിടുന്ന് കുസ്കോ എന്ന് പറഞ്ഞാൽ മഴ തീരെ പെയ്യാത്ത സ്ഥലമായിരുന്നു. മഴ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ അവരുടെ രാജ്യത്തിനോട്, അവരുടെ സ്ഥലത്തിനോട് ചേർത്തു. ഇൻക ആൾക്കാർ നല്ല ഫൈറ്റേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന കമ്മ്യൂണിറ്റീസിനൊക്കെ അവർ യുദ്ധം ചെയ്തും ആക്രമിച്ചും കീഴടക്കി അതൊക്കെ അവരുടെ സാമ്രാജ്യത്തിന് കീഴിലാക്കി. അങ്ങനെ 1300ലാണ് നമ്മുടെ കുസ്കോ വാലി എന്ന് പറഞ്ഞിട്ട് ഒരു സാമ്രാജ്യമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അങ്ങനെ ഇൻക സാമ്രാജ്യം വലുതായി. 1450 അന്നത്തെ ഇൻക രാജാവായിരുന്ന പച്ചക്കുത്തി എന്ന് പറഞ്ഞ ആളാണ് മാച്ചു പിച്ചുവിൽ ഈ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നത്. പച്ചക്കുത്തി എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് രാജഭരണം വിധിച്ചു കൊടുക്കണം. അങ്ങനെ അവർ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് സൗത്ത് അമേരിക്ക ഫുള്ളായിട്ട് അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കുകയാണ്. അന്ന് ഏകദേശം 12 മില്യൺ ആൾക്കാർ, 30 ലാംഗ്വേജ് സംസാരിക്കുന്ന 12 മില്യൺ ആൾക്കാർ ഈ ഇൻക സാമ്രാജ്യത്തിന് കീഴുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി എത്ര വലിയ സാമ്രാജ്യമാവുന്നു. ക്യുച്ചുവ എന്നായിരുന്നു ഇവർ സംസാരിച്ചിരുന്ന ലാംഗ്വേജ്. ഈ ഇൻകാസ് സംസാരിച്ചിരുന്ന ലാംഗ്വേജിൻ്റെ പേര് ക്യുച്ചുവ എന്നായിരുന്നു. പക്ഷേ ഇവർ ആക്രമിച്ച് കിടക്കിയ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ പല ലാംഗ്വേജ് 30 ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഈ മറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്തു നിന്നും ആൾക്കാരെടുത്തിട്ട് ഇവരെ സൈന്യത്തിലും മറ്റുള്ള എന്താ പറയുക കീ പൊസിഷനിലൊക്കെ ഈ ഇൻക രാജാക്കന്മാർ വെച്ചിരുന്നു. ഒരുപാട് കമ്മ്യൂണിറ്റീസ്, ഒരുപാട് രാജ്യങ്ങളെ ഇവർ ആക്രമിച്ച് കിടക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ, ഇവരെ എംപയറിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്കെതിരെ ചില അപശബ്ദങ്ങളുണ്ടായിരുന്നു. ചില ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ 1526 ഒരു ഇൻക രാജാവിൻ്റെ 2 മക്കൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി അടിയുണ്ടാക്കി. അവർ യുദ്ധം ചെയ്തു. അങ്ങനെ ഈ സാമ്രാജ്യത്തിനുള്ളിൽ തന്നെ ഇവർ തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കി ഇവരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിരുന്നു. അവരുടെ ഏതോ യൂറോപ്പിൽ നിന്ന് വന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇവർക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ ഒരു രോഗം കിട്ടുകയാണ്. അങ്ങനെ ഈ സ്മോൾ പോക്സ് വന്നിട്ട് ഏകദേശം 60% ഇൻക സാമ്രാജ്യത്തിലുള്ള ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഏകദേശം 60% ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അങ്ങനെ ഇൻക സാമ്രാജ്യത്തിൻ്റെ പതനം തുടങ്ങുകയാണ്. ആ സമയത്താണ് സ്പാനിഷ് ആർമി ഇങ്ങോട്ട് വരുന്നത്. അപ്പം പൊതുവേ ദുർബലമായിരുന്ന ഇൻക സാമ്രാജ്യത്തിന് അവർക്ക് പെട്ടെന്ന് കീഴടക്കാൻ പറ്റി. സ്പാനിഷ് ആർമി ഇങ്ങോട്ട് വരാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അന്നായിരുന്നു
നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് ലോകസഞ്ചാരി ഉണ്ടല്ലോ, അദ്ദേഹം അമേരിക്ക ഫുള്ള് കറങ്ങിയിട്ട് തിരിച്ച് സ്പെയിനിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹം പറയാണ് ഈ അമേരിക്കയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, സൗത്ത് അമേരിക്കയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ ആൾക്കാരൊക്കെ ഫുള്ള് ഗോൾഡൊക്കെ മേലിട്ടിട്ടാണ് നടക്കുന്നത്, ഒരുപാട് സമ്പന്നരാണ് അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത്. അങ്ങനെയാണ് സ്പെയിൻകാർ ഇവരെ ഈ സ്ഥലം തേടി വരുന്നത്. ആൻഗസ് പർവ്വതനിരകളാണിത്. ഇവിടുന്ന് ഈ കുസ്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നിന്ന് അവിടുന്ന് ഗോൾഡും മൈനൊക്കെ ഒരുപാട് മൈൻ ചെയ്തിരുന്നു അന്ന് ഇൻക ആൾക്കാർ ഒരുപാട് മൈൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻക സാമ്രാജ്യം വളരെ എന്താ പറയുക സമ്പന്നരായ ആൾക്കാരായിരുന്നു അന്ന്. 1420 മുതൽ 1530 വരെ ഒരു 100 കൊല്ലക്കാലം മാത്രമാണ് ഇൻകകൾ ഈ മാച്ചു പിച്ചു ഈ ഒരു ഏരിയയിൽ താമസിച്ചിരുന്ന പോലും. അതിനുശേഷം അവർ വിട്ടുപോയി. പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഈ സ്മോൾ പോക്സ് ഉണ്ടായതുകൊണ്ടാകും, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ആക്രമിച്ചുകൊണ്ടാവും, സ്പെയിൻകാരൊക്കെ ആക്രമിച്ചെന്ന് പറഞ്ഞില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അങ്ങനെ എന്തൊക്കെ കാരണം കൊണ്ട് മാച്ചു പിച്ചു ഉപേക്ഷിക്കുകയാണ്. പിന്നെ 1911 ഹൈറാം ബിങ്ക എന്ന് പറഞ്ഞ യേൽ യൂണിവേഴ്സിറ്റിയിലെ അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഹൈറാം ബിങ്ക എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഒരു ലോക്കൽ ഒരാളെയും കൊണ്ടിട്ട് വന്നിട്ട് അയാൾ ഇതേമാതിരി ഒരുപാട് സ്വർണ്ണമൊക്കെ ഉള്ള ഈ കുസ്കോയിൽ ഒരു ടൗൺ അന്വേഷിച്ച് വന്നതാണ്. അങ്ങനെ ഇവിടുത്തെ ഒരു ആൾ പറയാണ് ഈ മലൻ്റെ മുകളിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്, അത് കാട് പിടിച്ചെടുക്കാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ കൂട്ടി ഹൈറാം ബിങ്കാം ഇവിടെ വരികയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ മലൻ്റെ മുകളിൽ കയറുന്നതും. അന്ന് ഹൈറാം ബിങ്കാം ചോദിക്കുകയാണ് ഈ മലൻ്റെ പേരെന്താണെന്ന്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അയാൾ പറയാണ് മാച്ചു പിച്ചു എന്ന് പറയണം. ഈ സ്ഥലത്തിൻ്റെ പേര് വെച്ചാൽ മാച്ചു പിച്ചു എന്ന് പറയണം. മാച്ചു പിച്ചു എന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ ബിഗ് മൗണ്ടൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ ഹൈറാം ബിങ്കാം വിചാരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മാച്ചു പിച്ചു ആണെന്ന്. 1911 ഹൈറാം ബിങ്കാം ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ള് എക്സ്കവേറ്റ് ചെയ്തു. ഇവിടുത്തെ മിലിറ്ററിൻ്റെ സഹായം തേടി അയാൾ പോയിട്ട് തിരിച്ച് രണ്ടാമത് വരികയാണ്. രണ്ടാമത് വന്നിട്ട് മിലിറ്ററിൻ്റെ സഹായം തേടി ഇവിടെ ഫുള്ള് കത്തിച്ച് കാടൊക്കെ തെളിച്ച് അങ്ങനെ 100 മമ്മികളെ കിട്ടി ഇവിടെ. പിന്നെ ഒരുപാട് സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അയാളെല്ലാം കൂടി ഒരു 10-300 സംഭവങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നൂറ്റാണ്ടുകളോളം കാട് പിടിച്ചിരുന്ന അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ആൾക്കാർ മറന്നിരുന്ന ഒരു സ്ഥലത്തിന് 1911 ഹൈറാം ബിങ്കാം വീണ്ടും കണ്ടെത്താണ്. അതാണ് പിന്നെ ലോകാത്ഭുതങ്ങളൊന്നായ മാച്ചു പിച്ചുവായി മാറിയത്. ഇതാണ് ഹൈന പിച്ചു എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞില്ലേ സ്മോൾ മൗണ്ടൻ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാച്ചു പിച്ചു ബിഗ് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട്. മാച്ചു പിച്ചുൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം നമ്മൾ കയറിയിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി എൻ്റെ മേലേക്ക് ഉണ്ടോ, അതാണ് ഏറ്റവും മുകളിലെ സ്ഥലം. ഇതൊക്കെ നോക്കി നോക്കി 10-600 കൊല്ലം മുന്നേ ഒരു കുതിരേൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൃഗങ്ങളെയും സഹായമില്ലാതെ ഇത്രയും സംഭവങ്ങൾ ഇവിടെ മുകളിൽ എത്തിച്ച് അന്നത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ അവരെത്ര കഷ്ടപ്പെട്ടെന്ന് ആലോചിക്ക്. എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് ആകെ 100 കൊല്ലം പോലും തേച്ച് നിന്നില്ല. ആകെ 100 കൊല്ലം നിന്നിട്ടുള്ളൂ ഇവിടെ. ഇതാണ് മാച്ചു പിച്ചു സിറ്റി എന്ന് പറയുന്നത്. ഇത് ഈ ഏരിയ ഉണ്ടല്ലേ, ഇവിടെയാണ് രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്നത്. അപ്പുറത്ത് സാധാ ആൾക്കാർക്ക് വേണ്ടി താമസിക്കാൻ മറ്റേ ഇവിടുത്തെ പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നിലമൊരുക്കിയത് കൃഷിക്ക് വേണ്ടിയായിരുന്നു പോലൊന്നും. അതൊക്കെ ഇവിടെ ആയിരുന്നു അവർ കൃഷി ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിരുന്നു കൃഷി ചെയ്യുന്നത്. അതാണ് അന്നത്തെ കുടിലുകൾ കണ്ടില്ലേ. ഇവരെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിപ്പോഴും ആൾക്കാർക്ക് എന്താ പറയുക മനസ്സിലായിട്ടില്ല എന്ന്. ഇത്രയും അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലുകളൊക്കെ അത്രയും ക്ലോസ് ആയിട്ട് ഉണ്ടാവും. ശരിക്കും ഇവർ പറയുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ പോലും ഉള്ളിൽ വെച്ചാൽ പോലും കയറൂല എന്ന്. അത്രയും ക്ലോസ് ആയിട്ട് വെക്കുക. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂമികൾക്ക് ഉണ്ടാകുന്ന ഏരിയയാണ് ഈ ഏരിയയിൽ. ഭൂമികൾക്ക് ഉണ്ടാകുന്ന ഒരു ലൈനിൻ്റെ മുകളിലാണ് ഇവരിത് ബിൽഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭൂമികൾക്ക് ഉണ്ടാകും. പക്ഷേ ഭൂമികൾക്ക് ഉണ്ടായാലും ഈ കല്ലുകളൊക്കെ ഇവരെന്താ പറഞ്ഞു വെച്ചാൽ ഡാൻസ് ചെയ്തിട്ട് വീണ്ടും ആ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന പറയണം. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ടെക്നോളജി ഉണ്ടായിരുന്നു അന്ന് ഇൻകാസിന്. ശരി, 1911 നമ്മൾ ഹൈറാം ബിങ്കാം ഇത് കണ്ടെത്തി പറയണ്ടേ. അദ്ദേഹം നോക്കിയിരുന്നത് വിൽക്കാബംബ എന്ന് പറഞ്ഞ ഒരു സിറ്റി ആയിരുന്നു. അതായിരുന്നു ലോസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞത്. അവിടെ ഒരുപാട് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വന്നിട്ട് അന്വേഷിക്കുന്നത്. അങ്ങനെ ഇത് ആക്സിഡൻ്റലി കണ്ടെത്തിയാണ് ഈ മാച്ചു പിച്ചു പറഞ്ഞ സിറ്റി. ഇത് ശരിക്ക് അന്നത്തെ പക്ഷേ അദ്ദേഹം മരിക്കണവരെ വിചാരിച്ചത് ഇതാണ് ലോസ്റ്റ് സിറ്റി വിൽക്കാബംബ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. അതായത് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിലൊക്കെ ഇതാണ് വിൽക്കാബംബ, ഇതാണ് ലോസ്റ്റ് സിറ്റി എന്നുള്ള രീതിയിലാണ് അയാൾ ആ ബുക്കിൽ എഴുതി. അയാൾ മരിക്കണവരെ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. ഇതാണ് എൻട്രൻസ്, മാച്ചു പിച്ചുവിലേക്കുള്ള എൻട്രൻസ് കിടക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് സിറ്റിയിലേക്കുള്ള ഏക ആക്സസ് ഗേറ്റ് എന്ന് പറയുന്ന സംഭവം. അതൊക്കെ ഇത്ര വലുതാക്കി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അന്നത്തെ ആൾക്കാർ രാജാക്കന്മാർ നടക്കൂലായിരുന്നു. രാജാക്കന്മാർ സാറിന് നടക്കില്ലല്ലോ, അവർ പല്ലക്കിൽ കെട്ടിട്ട് കൊണ്ടുവരില്ല. അപ്പോൾ പല്ലക്കിന് വരാൻ വേണ്ടിയിട്ടാണ് ഇത്ര വീതിയിലുണ്ടാക്കി. പിന്നെ ഇത് അന്ന് ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സംഭവം കണ്ടില്ലേ, ഇതായിരുന്നു. ഇത് ഇവിടെ ഒരു കയറ് കെട്ടിട്ട് ഇവിടെ വലിയ മരത്തിൻ്റെ ഡോർ വെച്ചിട്ടുണ്ടാവും. ആ ഡോർ ഇങ്ങനെ കെട്ടിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഇത് ലോക്കാണിത്. ഇവിടെയും ആ സൈഡിലുണ്ട്. അങ്ങനെ എൻട്രൻസ് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ ഇവർ മാർക്കറ്റ് എന്ന് വിളിക്കണം. ഇതാണ് കാണിച്ചത്. ഇതായിരുന്നു അന്നത്തെ മാർക്കറ്റ് ഉണ്ടല്ലേ. കയറി വരുമ്പോൾ തന്നെ മാർക്കറ്റാണ്. ഇവിടെ കൊക്കോ ലീവ്സ് വെച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് വെന്റിലേഷന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ജനലുമാർ.
അത് കൊക്കോ ലീഫ് അന്ന് മെയിനായിട്ട് ഇവിടെ കച്ചവടം നടത്തിയിരുന്നത്. അത് അതിന് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു രീതിയാണ്. ഒരുപാട് ജനൽ പോലെ അതിന് വെന്റിലേഷനാണത്. പണ്ടത്തെ കാലത്ത് പൈസ കൊണ്ടല്ലായിരുന്നു ഈ സംഭവങ്ങൾ നടത്തിയിരുന്നത്, കച്ചവടം നടത്തിയിരുന്നത്. കൃഷി സ്ഥലങ്ങളെന്ന് പറയില്ല. അപ്പം കൃഷീൻ്റെ ഓരോ പ്രൊഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ലൈക്ക് ബാർട്ടർ സമ്പ്രദായമായിരുന്നു. അവർ കൃഷി ചെയ്യുന്ന സംഭവങ്ങൾ കൊടുത്തിട്ട് കൊക്കോ ലീവ്സ് വാങ്ങും, കൊക്കോ ലീവ്സ് കൊടുത്തിട്ട് അവർ വേറെ എന്തെങ്കിലും വാങ്ങും. ഈ അന്നത്തെ കാലത്ത് കൊക്കോ ലീവ്സ് ഇവിടുത്തെ സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു. കാരണം ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നല്ലതായിരുന്നു അത്. പിന്നെ ഇവർ ഇത്ര മുകളിൽ കയറുമ്പം ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവില്ലേ, എന്നല്ല നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിന് ഈ കൊക്കോ ലീവ്സ് വളരെ നല്ലതാണ്. ഭയങ്കര കാൽസ്യമുള്ളതാണ് ഈ കൊക്കോ ലീവ്സിന്. അതുകൊണ്ട് തന്നെ കൊക്കോ ലീവ്സ് എന്നാൽ പല്ലിനൊക്കെ നല്ല ആരോഗ്യം കൂടും. പിന്നെ നല്ല എനർജി കിട്ടുന്നു. നമ്മുടെ അന്നത്തെ കർഷകരെന്ന് പറഞ്ഞില്ലേ, കർഷകർക്കൊക്കെ ഭയങ്കര എനർജി കൊടുക്കും കൊക്കോ ലീവ്സ് എന്നാൽ. അതുകൊണ്ട് തന്നെ കൊക്കോ ലീവ്സ് ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പെൻസീവായ സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു. ഇതുണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് സൺറൈസ് കാണാനായിരുന്നു. ഇവിടുന്ന് സൺലൈറ്റ് വരാൻ വേണ്ടി ഉണ്ടാക്കിയാണിത്. ഇങ്ങനത്തെ ഈ ഒരു ഓപ്പൺ ഡോറും ഉണ്ട്, ഇവിടെ ക്ലോസ് ഡോറുണ്ട്. ഈ ഡോർ ഇതെന്തിനാ വെച്ചതെന്ന് വെച്ചാൽ അവർക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അന്ന് ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയായിരുന്നു ഇത്. ഇവിടുത്തെ ഗോഡിൻ്റെ പേരായിരുന്നു പച്ചമാമ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊക്കോ ലീവ്സ് ആയിരുന്നു ഇവിടുത്തെ ഗോഡിന് ഓഫറായിട്ട് കൊടുത്തിരുന്നത്. ആ മുകളിൽ ഇങ്ങനെ ടെറസ് ഉണ്ടാക്കിയാണ്ടല്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ കൃഷിക്കാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. അപ്പം അവരൊരിക്കലും ഈ മല ഒരു രീതിയിലും കേടുവരുത്താതെ അതിന് കറക്റ്റാക്കിയിട്ട് നാച്ചുറൽ ഒന്നും കേടുവരുത്താതെ ഉണ്ടാക്കിയാണ്. അപ്പോൾ അവർ എപ്പോഴും പ്രകൃതിയെ ബഹുമാനിച്ചിരുന്നു. പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഒരു രീതിയിലും ഒരു കൺസ്ട്രക്ഷനോ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഒരു ദിവസം ഏകദേശം 4000 ടൂറിസ്റ്റുകളാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. ഇവിടുത്തെ ലിമിറ്റ് ഉണ്ട്. 4300 ആൾക്കാർക്ക് മാക്സിമം ഒരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 4300 ടിക്കറ്റ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓവർ ടൂറിസം കൊണ്ട് ഇവർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുമല്ല ഇവിടുത്തെ റിസർവ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 4300 ടിക്കറ്റാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ടിക്കറ്റ് കൊടുക്കില്ല ഒരു ദിവസം. മഴ പെയ്ത് അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അടുത്ത് തലയിട്ട് പിന്നെ അവരെങ്ങനെ കല്ല് കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഉണ്ടല്ലേ, ഇതേമാതിരി ഇതേമാതിരത്തെ പാറകൾ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിനുള്ളിൽ അവർ ഒരു വോൾക്കാനിക് ഇതിൽ നിന്ന് കിട്ടിയ കല്ലുകളുണ്ട്. ആ കല്ല് ഇടിച്ച് കയറ്റിയിട്ട് ഈ മരത്തിൻ്റെ ഇതേമാതിരി ഇത് സംഭവങ്ങളുണ്ട് ഉണ്ടോ, ഇത് അടിച്ച് കയറ്റും. എന്നിട്ട് പൊട്ടിച്ചെടുത്തിട്ട് പോളിഷ് ചെയ്യും. മനസ്സിലായി? ഇത് കണ്ടില്ലേ, ഇതവരങ്ങനെ ഉണ്ടാക്കിയാണ്. അല്ല മരം അങ്ങനെ അടിച്ച് കയറ്റി അടാൻ കണ്ടില്ലേ. അപ്പം ആദ്യം ഇതിങ്ങനെ ഇതുണ്ടാക്കും, എന്നിട്ട് ഈ മരത്തിൻ്റെ ഇതിങ്ങനെ അടിച്ച് കയറ്റും. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പൊട്ടി വരും. എന്നിട്ട് അവർ പോളിഷ് ചെയ്യും. ഉണ്ടല്ലേ, പൂഴി വെച്ചിട്ട് പോളിഷ് ചെയ്യുന്നതാണ്. മണ്ണ് ഇവിടുത്തെ ഒരു പ്രത്യേക മണ്ണ് വെച്ചിട്ട് പോളിഷ് ചെയ്തിട്ടാണ് അങ്ങനെ ലെവലാക്കുന്നത്. ഏകദേശം 100 കിലോമീറ്ററാണ് ഇങ്ക ട്രയൽ എന്ന് പറഞ്ഞാൽ ഇങ്കൻ്റെ ആൾക്കാർ കുസ്കോന്ന് ഇവിടേക്ക് വരാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡിൻ്റെ നീളം. നടന്നു വരുന്ന റോഡാണ്. ആ മലൻ്റെ വ്യൂ നോക്കി. എന്താ രസമല്ലേ, അടിപൊളി. എല്ലാവരും പോളിഷ് വെച്ച് കല്ല് വെക്കി. നല്ല മഴ പെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞില്ല 1400 മുതൽ 1500 വരെ 100 കൊല്ലം മാത്രമേ അവർ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യാതെ പണി തീരാത്ത ഒരു ബിൽഡിങ്ങാണിത്. കണ്ടില്ലേ, പണി തീരാത്ത ബിൽഡിങ്. മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്ത് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ മഴയും പെയ്ത് നല്ല മഴ. എൻ്റെ ആൾക്കാർ കൈയടിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടുന്ന് എക്കോ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഇങ്കൻ്റെ മെയിൻ ആൾക്കാർ രാജാക്കന്മാർ ഇവിടെ നിന്നിട്ടാണ് പ്രസംഗിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർ ഇരിക്കുമ്പം അവരുടെ സൗണ്ട് ഇങ്ങനെ എക്കോ വരുമ്പം ഈ ഇങ്ക രാജാക്കന്മാർക്ക് എന്തൊക്കെ സ്പെഷ്യൽ കഴിവുണ്ടെന്ന് അന്നത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. അതിനുവേണ്ടി പർപ്പസ്ലി ഉണ്ടാക്കിയാണ് എന്താ ഇവിടുന്ന് എന്ത് പറഞ്ഞാലും നല്ല എക്കോ ആയിട്ട് തിരിച്ചു വരും. അതാണ് സംഭവം. അതല്ലേ, ഓക്കെ. ഇവിടെ കയറുമ്പോൾ തന്നെ 3 റൂളാണ് ഗൈഡ് പറഞ്ഞത്. ഒന്ന്, വഴിയിൽ നിൽക്കരുത്. കാരണം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല 4000 ആൾക്കാർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം വഴി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4000 ആൾക്ക് മുഴുവനും ഇത് കണ്ട് തീർത്തിട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തെ റൂളാണ് വന്ന വഴിയിൽ തിരിച്ച് നടക്കാൻ പാടില്ല എന്ന്. നേരെ ഒരു ഭാഗത്ത് നിന്ന് നടക്കുക, അവിടെ നിന്ന് ഒരിക്കലും തിരിച്ച് നടക്കാൻ പാടില്ല എന്ന്. മൂന്നാമത്തെ റൂളാണ് ഇങ്ങനെ ഹൈറ്റിൽ ചാടാൻ പാടില്ല. ഫോട്ടോ എടുക്കാനൊക്കെ നമ്മളിങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ കൈയൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ അല്ലേ
ചാടാൻ പാടില്ല എന്തായാലേ. അന്നത്തെ ഇൻകൾ താമസിക്കുന്ന വീടുകൾ ഇതേപോലെ ഉണ്ടോ, പുല്ല് മേഞ്ഞ മേൽക്കൂര അല്ലേ, രണ്ടെണ്ണുണ്ട്. പിന്നെ അവിടെ ഒരു മലൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, അത് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു മല ഉണ്ട്. ആ മല റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മലൻ്റെ ഷേപ്പിൽ ഇവരുണ്ടാക്കി വെച്ചാണ് ഇവിടെ. ഇതിൻ്റെ ഉൾഭാഗത്ത് എങ്ങനെയാണ് ഉണ്ടല്ലേ, നേരത്തെ കാണിച്ചിരുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ജനലുണ്ടല്ലേ, അത് അവർക്ക് ഓരോ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. പറഞ്ഞില്ല, അന്നത്തെ ആൾക്കാർ മേശൊന്നും ഉപയോഗിച്ചില്ലായിരുന്നു, അതിന് പകരം അവരുടെ സാധനങ്ങളൊക്കെ ഗോൾഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർണമെൻറ്റ്സൊക്കെ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. റൂഫ് നോക്കി, ഇതൊക്കെ അന്നത്തെ ആവാൻ ചാൻസ് ഇല്ല, ഇവരിപ്പോൾ അടുത്തുണ്ടാക്കിയാവും. കാരണം അത് 600 കൊല്ലങ്ങൾ ശേഷം ഒരുപാട് ഭൂമികുലുക്കങ്ങളൊക്കെ ഉണ്ടായി. ഇവിടുത്തെ ബാക്കി ഒരു ബിൽഡിങ്ങിനും റൂഫില്ല. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പം ആ പണ്ടത്തെ കാലത്ത് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നത്. ഈ ഒരു കല്ല് കണ്ടില്ലേ, അത് അവർ ഈ മയിൽക്കൂര പറന്നു പോകാൻ വേണ്ടി കെട്ടി വെക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടല്ലേ. അത് കുറേ ഉണ്ട്, മേൽക്കൂര കെട്ടി വെക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇതാണ് ആ കല്ലിൻ്റെ നേരെ ബാക്കിൽ ഈ പച്ചമാമക്ക് ഓഫറുകൾ കൊടുത്തിരുന്ന ഒരു കല്ലാണിത് ഉണ്ടല്ലേ. പല സാധനങ്ങളും ആപ്പിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് കൊക്കോ ലീവ്സ് എന്ന് പറയുന്ന സാധനം, അയലകളുണ്ടല്ലേ, കൊക്കോ ലീവ്സാണ് ഇവിടുത്തെ ഈ പച്ചമാമയുടെ ഗോഡന് ഒരു ഓഫർ കൊടുത്തിരുന്ന സാധനം. പിന്നെ പൈസ വെച്ചിട്ടുണ്ട്, മിഠായി വെച്ചിട്ടുണ്ട്. കാരണം പച്ചമാമ ഒരു പെണ്ണാണ്, സ്ത്രീയാണെന്നാണ് ഇവരുടെ സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് മിഠായിയൊക്കെ വെച്ചത് അല്ലേ. കുറേ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ആപ്പിൾ, എല്ലാ സാധനം 3 എണ്ണം വെക്കണം എന്നാണ് ഇവരെ പച്ചമാമയ്ക്കുള്ള ആഗ്രഹം. അപ്പോൾ ഒരു 3 എണ്ണം വെക്കാൻ പോവാണ്. 3 മിഠായി എന്ന ഗൈഡ്, അപ്പോൾ 3 മിഠായി ഇവിടെ വെക്കാൻ പോവാണ്. ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന പറഞ്ഞു, ആഗ്രഹിച്ചു പോട്ടെ കേട്ടോ. കണ്ട കല്ല് ചെത്തിയെടുത്തത് നല്ല അടിപൊളി, നല്ല ഷേപ്പിൽ. ഈ കല്ല് അപ്പുറത്തൊരു മല കാണില്ലേ, കണ്ടില്ലേ, ആ കല അതിന് ഉച്ചൂപ്പിച്ചെന്ന് പറയാം, അതിൻ്റെ അതേ ഷേപ്പിലുണ്ടാക്കി കണ്ടില്ലേ. അന്നത്തെ ആൾക്കാർ ഈ മൗണ്ടനുകൾ ആരാധിച്ചിരുന്നു, മലകളെ ആരാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടോ ബാക്കിലുള്ള മൗണ്ടൻ്റെ അതേ ഷേപ്പിൽ അവർ കല്ലുണ്ടാക്കി വെച്ചാണ് ഇവിടെ. കല്ലൊക്കെ ചെത്തി ഉണ്ടാക്കി അല്ലേ. ഇനി മാച്ചുപിച്ചുവിൻ്റെ അർബൻ സൈഡിലേക്ക് പോവാണ്. സാധാരണക്കാർ നേരത്തെ അവിടെ കാണിക്കുന്നില്ലേ, ഇവിടുത്തെ പണിക്കാരും അങ്ങനെയുള്ള അവരൊക്കെ താമസിക്കുന്ന ഏരിയയിലേക്കാണ് ഇനി പോകുന്നത്. അർബൻ സൈഡിൽ നിന്ന് വിളിക്കും ആ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇൻകാസ് താമസിക്കുന്ന വീടാണിത് ഉണ്ടല്ലേ, സാധാരണക്കാർ താമസിക്കുന്ന വീടാണിത്. 2 ഡോറാണ് ഉണ്ടോ, ഇവിടെ ഒരു ഡോറ്, ഇവിടെ ഒരു ഡോറ്. ഇത് അന്നത്തെ കാലത്ത് ഇവർ ഡോറ് ക്ലോസ് ചെയ്തില്ലായിരുന്നു. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അന്നത്തെ വരെ കൾച്ചർ അനുസരിച്ച് ഇവിടെ ഒരു വടി വെക്കും പോലും. വടി വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ആളുണ്ടെന്നാണ്, അപ്പോൾ വേറെ ആരും ഉള്ളിൽ കയറില്ല. അപ്പം അത്രയും ആൾക്കാർ അന്നത്തെ കൾച്ചറിന് വാല്യൂ ചെയ്തിരുന്നു അന്നത്തെ ആൾക്കാർ. അപ്പോൾ ഒരു വടി ഉണ്ടെങ്കിൽ ആൾക്കാർ ഉള്ളിൽ കയറിയില്ലായിരുന്നു. ആലോചിച്ച് ഇങ്ങനത്തെ ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിച്ച് ഇങ്ങനെ ഡോറ് തുറന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള വ്യൂ ഒന്ന് നോക്കിയാൽ, ഈ വ്യൂവിലേക്കാണ് ഡോർ തുറന്ന് വരിക. എന്ത് രസം ഉണ്ടാവില്ലേ. ഈ മലൻ്റെ പേര് ഹാപ്പിനെസ് മൗണ്ടൻ എന്നാണ്. അപ്പോൾ ഈ ഡോർ തുറന്ന് വരുമ്പോൾ കാണുന്ന തന്നെ ഹാപ്പിനെസ് മൗണ്ടനാണ്. ഓക്കെ, ഉണ്ടാ ഇവിടുത്തെ ഈ ജനലും വാതിലൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ ഈ ചെരിഞ്ഞിട്ടുള്ള ഷേപ്പിലാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ചെരിഞ്ഞിട്ട് അതുമാതിരി ഡോറും കണ്ടില്ലേ ചെരിഞ്ഞിട്ട് ഇങ്ങനെ എന്തിനാണെന്നറിയാം പറയാം. അത് പറയണത് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കണില്ലേ, ഇങ്ങനെ നിൽക്കണേക്കാട്ടിയും കൂടുതൽ നേരം നമ്മൾ കുറച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നവരാണ്. കാരണം അത്രയും ബോഡിൻ്റെ വെയിറ്റ് സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ പോകല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാ ഈ ഷേപ്പിൽ കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ട് ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ട് തന്നെ 600 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഭൂമികുലുക്കങ്ങൾ ഉണ്ടായി ഇവിടെ. ആ ഭൂമികുലുക്കങ്ങളിലൊക്കെ ഒന്നും തകരാതെ ഇപ്പോഴും ഇതേമാതിരി നിൽക്കുന്നത് ആ ഒരു ബിൽഡിംഗ് സ്റ്റൈല്, കൺസ്ട്രക്ഷൻ സ്റ്റൈൽ കൊണ്ടാണെന്ന്. നോക്കിക്കേ കണ്ടോ, എല്ലാ ഡോറും ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. 1912 നമ്മുടെ ബിങ്കാം വന്നത് ആ ഒരു പുഴ ഒഴുകി പോകണില്ലേ, ആ പുഴയിൽ കൂടെ ആണ് വന്നത്. ഇവിടെ ഒരു ഒറിജിനൽ ഇങ്കാ ട്രയൽ ഉണ്ട്, നമ്മൾ 5 ദിവസം 6 ദിവസമൊക്കെ നടന്നു വരുന്നത്. അപ്പോൾ ആ നടന്നു വരുമ്പോൾ അത് മുകളിൽ കണ്ടില്ലേ ഒരു സ്റ്റെപ്പ് കാണില്ലേ, ആയിക്കൂടെയാണ് നടന്നു വരുന്നത്. ആ ഇങ്ങനെ വഴി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 6 ദിവസം നടക്കാണ്ടത്. നമ്മൾ ടെമ്പിൾ ഓഫ് കോണ്ടോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വഴി ഉണ്ടല്ലേ, എതിരെ ഇടനാഴി, ഇവിടെ നിങ്ങൾ നേരെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് മാച്ചു പിച്ചു.
അത് നേരെ ഓപ്പോസിറ്റാണ് അത് വൈന ബീച്ച്. ഈ വ്യൂ ഒന്ന് നോക്കിയൊക്കെ, വാവ്. അതാണ് മാച്ചു പിച്ചു. ടെറസുകൾ നോക്കിയേ, ഇവർ ഈ ടെറസുകൾ താഴെ നിന്ന് മേലേക്ക് ബിൽഡ് ചെയ്തതാണ്. എന്തായാലേ 100-600 കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഇങ്ങനെ വന്ന് ഈ മലൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് ബിൽഡ് ചെയ്യണമെങ്കിൽ അവരന്നത്തെ കഴിവെന്ന് ആലോചിച്ചൊക്കെ. ഈ കല്ലൊക്കെ വെച്ച് നോക്കി, എത്ര ക്ലോസ് ആയിട്ട് വെച്ച് നോക്കുക. ഒരു വേറെ സിമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അത്രയും ക്ലോസ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെച്ച് നോക്കി. ഒരു ക്രെഡിറ്റ് കാർഡ് പോലും ഉള്ളിൽ കയറില്ലെന്ന് പറഞ്ഞു. എന്താല്ലേ. അവിടെ ചെറിയൊരു മുയലിനെ കാണില്ലേ, ബിസ്കാച്ച എന്നതിൻ്റെ പേര്, ഇവിടുത്തെ ഒരു കാട്ടുമുയൽ. നോക്കി, ടെമ്പിൾ ഓഫ് കോണ്ടോറിലേക്ക് കയറുന്ന വഴിയാണിത്. മമ്മിഫിക്കേഷന് വേണ്ടി കുറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർ, ഈജിപ്തിലെ ആൾക്കാരുമാർ മമ്മിഫൈ ചെയ്തിരുന്നു. അപ്പം ഡെഡ് ബോഡി കൊണ്ടുവരുന്ന സ്ഥലമാണിത്. ഇവിടെ വന്നിട്ട് ഇവിടെ ടെമ്പിൾ ഓഫ് കോണ്ടോർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ടെമ്പിൾ ഓഫ് കോണ്ടോർ, കണ്ടില്ലേ? ഇതാണ് ടെമ്പിൾ ഓഫ് കോണ്ടോർ. കോണ്ടോർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ബേർഡാണ്. നമുക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ബേർഡ് ഉണ്ടല്ലോ, ആ ബേർഡിൻ്റെ ചുണ്ടാണിത്, ഉണ്ടല്ലേ? ചുണ്ട്, 2 ചിറക് ഇങ്ങനെ, ഉണ്ടല്ലേ? ഇവിടെ നിന്നാണ് മമ്മിഫൈ ചെയ്തിരുന്നത്. ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ കോണ്ടോർ ഇങ്ങനെ പറന്ന് പോണമാതിരി ഇങ്ങനെ ചിറകുണ്ടല്ലേ, ഇങ്ങനെ ചിറക് ഇങ്ങനെ വിടർത്തുന്നവരെയാണ് ഇവരുണ്ടാക്കിയത്, അല്ലേ? അല്ലേ? ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് കോണ്ടോർ. കോണ്ടോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകൻ്റെ മാതിരി ഒരു ബേർഡാണ് കേട്ടോ. നമ്മൾ ഈജിപ്തിലെ പിരമിഡ് ഉണ്ടാക്കില്ലെന്ന ആൾക്കാരും അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരും മരിച്ചു കഴിഞ്ഞാലും, അത് മറ്റേ വലിയ വലിയ ആൾക്കാർ കേട്ടോ, ഈ രാജാക്കന്മാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ അടക്കില്ല, അതിന് പകരം മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കും. മമ്മിഫൈ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിക്കുക ചെയ്യാറ്. ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ ബേർഡുണ്ടല്ലോ, കോണ്ടോർ കഴുകൻ്റെ മാതിരി ഒരു ജീവിയാണ്, ഒരു പക്ഷിയാണ്, ഏറ്റവും വലിയ പക്ഷിയാണ് അത്. പറഞ്ഞാൽ അത് ഈ ഡെഡ് ബോഡിയൊക്കെ ഭക്ഷിക്കുന്ന ഒരു പക്ഷി. അപ്പോൾ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഈ പക്ഷി വന്നിട്ട് ഇതിനെ ഭക്ഷിച്ച് പോയിക്കുകയാണെങ്കിൽ ഇവർക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ, ഈ മരിച്ച ആൾക്കാർക്ക് മരണം ഉണ്ടാവില്ല. ഇവർ ഈ മലൻ്റെ മുകൾക്ക്, ഈ കൊണ്ടുവരുന്ന പക്ഷി ഇവരെ മലൻ്റെ മുകൾക്ക് കൊണ്ടുപോവാണ്. കൊണ്ടുപോയിട്ട് അവിടെ ബാക്കിയുള്ള കാലം അവർ ജീവിക്കുകയാണ്. അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ ഗുഡ് ബൈ പറയാറില്ല. ഇങ്ങനെ പറയാറില്ല, ഇനിയും കാണുമ്പോഴേക്കും ഇനി നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് കണ്ടുമുട്ടും, അപ്പോൾ കാണാമെന്നുള്ള രീതിയിലാണ് അവർ പറയാറുണ്ട്, ഗുഡ് ബൈ പറയാറില്ല എന്ന്. അവിടേക്ക് ഒരു മൃഗം പോണൊക്കെ ലാമ എന്നതിൻ്റെ പേര്. അതൊക്കെ കയറി പോകണ്ടല്ലേ, ലാമ. എന്ത് ഭംഗിയായിട്ട് അവരുണ്ടാക്കിയതല്ല. അന്നത്തെ 100-600 കൊല്ലം മുന്നേ, 600 കൊല്ലം മുന്നുള്ള ടെക്നോളജി വെച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണത്. വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഈ വ്യൂ ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ, സൂപ്പർ. ആ ഭാഗത്ത് കുറേ ലാമകളുണ്ട് കേട്ടോ, അല്ലേ? 1, 2, 3, 4, 5, 6 എണ്ണം അവിടെ. ഓക്കെ, ഒന്നതിന് മുകളിൽ 7 എണ്ണം, ഒരുപാടുണ്ട് കേട്ടോ. ഈ ലാമകൾ ഒരു കൊല്ലാറില്ല പോലും. ഇവർ ഭയങ്കര സേക്രട്ട് എനിമലായിട്ടാണ് ഇവർ കണക്കൂട്ടുന്നത്. ഈ പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ, ഇവിടുത്തെ ഇൻകൻ്റെ പണ്ടത്തെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ലാമ, കറുപ്പ് കളറുള്ള ലാമനെ മാത്രം കൊന്നിരുന്നു, അവർ ഓഫർ ചെയ്തിരുന്നു. എന്നാൽ ഈ ബലി കൊടുത്തിരുന്നു. കറുപ്പ് കളറുള്ള ലാമനെ കിട്ടിയില്ലെങ്കിൽ ഇൻക സാമ്രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഫാമിലിത്തെ, ഒരു മെയിൻ ഫാമിലിത്തെ, രാജാക്കന്മാരുടെ ഫാമിലിത്തൊക്കെ ഒരു കുട്ടിനെ 7 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായമുള്ള ഒരു കുട്ടിനെ അവർ ഓഫർ ചെയ്തിരുന്നു, ബലി കൊടുത്തിരുന്നത്. അപ്പം അത്രയും സീക്രട്ടായിട്ടാണ് ഈ കറുപ്പ് ലാമ അല്ലെങ്കിൽ കുട്ടി അങ്ങനെ ആയിരുന്നല്ലോ ഒരു ഓഫർ, ഈ ഇത് കൊടുത്തിരുന്നത്, ബലി കൊടുത്തിരുന്നു. അപ്പം ലാമൻ്റെ ഈ പവർ നരച്ചുക, ലാമൻ്റെ ഒരു വില ഇവരുടെ ഇടയിൽ, ഇന്ത്യ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ. അടുത്ത മഴ ഉരുണ്ട് കൂടുന്നുണ്ട് കേട്ടോ. നോക്കിയേ, മഴമേഘങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ മഴ പെയ്യും. മഴ പെയ്താൽ വീണ്ടും ഈ പ്ലാസ്റ്റിക്കൊക്കെ മേൽ വലിച്ച് കയറ്റേണ്ടി വരും. നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇവർ അന്നത്തെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പാടമൊക്കെ, അല്ലേ? 7 ജൂലൈ 2007 ഇത് ലോകാത്ഭുതമായിട്ട് പ്രഖ്യാപിക്കണം. അപ്പം അതിന് ശേഷം ഇവിടെയുള്ള കാര്യങ്ങൾക്ക് അതേപോലെ കീപ്പ് ചെയ്യണമെന്ന് അതിന് നിഷ്കർഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു കല്ല് പോലും എടുത്ത് മാറ്റാൻ പാടില്ല, പുറമെന്നൊരു കല്ല് പോലും ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പാടില്ല എന്നല്ല. അപ്പം ഇവിടുന്ന് ഈ ചുമരിൻ്റെ കല്ലൊക്കെ ഉണ്ടല്ലോ, ഈ മതിലിൻ്റെ കല്ലൊക്കെ, ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ ആ കല്ല് പെറുക്കിയിട്ട് ഇതിൻ്റെ മൂലയിൽ കൊണ്ടുപോയി വെക്കാന്നല്ലാതെ അത് എന്താ റിപ്പയർ ചെയ്യാനുള്ള ഒന്നും ഒരു ചെയ്യില്ല. കാരണം ഒരു സിമൻ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഒന്നും അവർ നോക്കില്ല. അത് അതേപോലെ അവിടെ കീപ്പ് ചെയ്യും. അതാണ് പോലും ഈ വേൾഡ് വണ്ടറിൻ്റെ ഒരു പ്രത്യേകത. നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ആൾക്കാർ ഗുഡ് ബൈ പറയാറില്ലെന്ന്. അതിന് പകരം ഇവർ പറയുന്ന വേർഡാണ് തുപ്പനാഞ്ചസ്കാമ എന്ന് പറഞ്ഞാൽ അണ്ടിൽ വി സി നെക്സ്റ്റ് ടൈം. അപ്പോൾ അണ്ടിൽ വി സി നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.